എനിക്കുള്ള അങ്ങോട്ടുള്ള ചോദ്യം, അങ്ങയുടെ ഈ ഒരു പ്രായത്തിനിടയിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഈ പറയുന്ന റസൽ ജോയിയോ മുല്ലപ്പെരിയാർ സേവകേരള ബ്രിഗേഡറിൻ്റെ ഒന്നും മെമ്പേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, അധികാരം കയ്യിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്ന അങ്ങ് കണ്ടിട്ടുണ്ടോ? ഇപ്പം സമീപകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് സുരേഷ് ഗോപിയുണ്ട്. ഇത് ISRO ചെയർമാൻ മിസ്റ്റർ സോമനാഥായിട്ട് ഡിസ്കസ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. ആ പരിമിതികളെ വച്ചിട്ട് അദ്ദേഹം ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ 2 ദിവസം ഭരണഘടനയുടെ പുറത്ത് കൈവച്ച് സത്യം ചെയ്യുന്ന ഒരു ജനപ്രതിനിധിക്ക് എന്ത് തടസ്സങ്ങളാണ് മുന്നിലുള്ളത് ജനങ്ങളെ സേവിക്കുന്നതിന്? ഇല്ല, തടസ്സങ്ങളില്ല. അല്ല, പരിമിതികൾ എന്താണ് അവിടെ ഉള്ളത്? പാർട്ടിയുടെ അജണ്ടകളാണോ പരിമിതിയായിട്ട്? അല്ല, അതാ എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം അതിന് ഇനിയും കേന്ദ്രത്തിന്റെയോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെയോ അനുമതി സുരേഷ് ഗോപിക്കും വേണ്ടി വരുന്നു. സർ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരാൾ മതി മുല്ലപ്പെരിയാർ വിഷയം അധികാരം കയ്യിലുള്ള ഒരുത്തം വിചാരിച്ചാൽ മതി കേരളത്തിൽ. 2 ദിവസം മുമ്പ് ഞാൻ 2-3 ദിവസമായി ഇപ്പം ഹൈബിയുടെ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, പാർലമെന്റിൽ ഈ വിഷയം നിങ്ങൾ അവതരിപ്പിക്കണം. നിങ്ങൾ 19 അല്ല, അതിനല്ലേ നമ്മൾ ഇലക്ട് ചെയ്ത് MP ആക്കിയത്. ഈ പാർലമെന്റിൽ അദ്ദേഹത്തിനോ റസൽ ജോയ്ക്കോ പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മളുടെ മെമ്പർ ഓഫ് പാർലമെന്റ് പ്രതിനിധിക്ക് അതാണ് ജോലി. ഇവരെന്തുകൊണ്ട് മിണ്ടുന്നില്ല? നിങ്ങൾ 19 MP-മാരുണ്ട്. നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ ഇത്തരത്തിലുള്ള ഏറ്റവും ഗുരുതരമായ ഈ ദുരന്ത സാധ്യതയുള്ള വിഷയം നിങ്ങൾക്ക് ബാധകമല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ പാർലമെന്റിലേക്ക് ഈ വിഷയം അവതരിപ്പിക്കാമാണ്. ഇന്ന് ഇടുക്കി MLA അതിനെപ്പറ്റി, ഇടുക്കി MP അതിനെപ്പറ്റി പാർലമെന്റിന്റെ ഈ വിഷയം പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ ഈ 19-20 പേരിനകത്ത് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഒന്നാമനാകും, അവനെ ജനം മാനിക്കും. You are watching India's first NGO television, Malanadu TV India.